മോർണിംഗ് ഓൾ. നമ്മൾ പുതിയൊരു ടോപ്പിക്ക് പഠിക്കാൻ പോവാണ്. സീൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, സീൽ എന്നല്ല, ഏതൊരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജിലും ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണെന്ന് പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ അറേ അതൊക്കെ പഠിച്ചതുപോലെ അത്ര ഈസി ആയിട്ട് ചിലപ്പോൾ ക്യാച്ച് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുക. ഫങ്ഷൻസ് ആണ് ഇന്ന് എടുക്കുന്ന ക്ലാസ്. അപ്പോൾ ഈ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയുന്നതിന് മുന്നേ, എന്താണ് മൊഡ്യൂൾസ് അല്ലെങ്കിൽ എന്താണ് മോഡുലറൈസേഷൻ, എന്താണ് മോഡുലാർ പ്രോഗ്രാമിംഗ്, അതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ടോപ്പിക് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതായത് മൊഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പം ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സിലബസ് തന്നു കഴിഞ്ഞാൽ അതിനെ പല മൊഡ്യൂളാണ് ഉണ്ടാവുക അല്ലേ? ആ സിലബസിൽ പല മൊഡ്യൂളാണ് ഉണ്ടാവുക. സപ്പോസ് ആ മൊഡ്യൂളൊന്നും ഇല്ലെങ്കിലത്തെ അവസ്ഥ എന്താ? നമുക്കിപ്പോൾ ആ മൊഡ്യൂൾ എന്ന് പറഞ്ഞ് തരുന്നില്ല. നമുക്ക് 4-5 മൊഡ്യൂൾ ഓരോ സബ്ജക്റ്റിലും ഉണ്ട് അല്ലേ? സപ്പോസ് ആ മൊഡ്യൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്ലാസിഫിക്കേഷൻ അവിടെ ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് സിലബസിലുള്ള പഠിക്കാനുള്ള എല്ലാ ടോപ്പിക്കുകളും പോയിൻ്റ് ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ പാരഗ്രാഫായിട്ടോ നമ്മളിങ്ങനെ തരും അല്ലേ? അതിനൊരു ഡിവിഷൻ ഇല്ല. അത് ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ ആ റിലേഷൻസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഒന്നും പറയാൻ പറ്റില്ല അല്ലേ? നമുക്കിപ്പോൾ അതിന്ന് ഇടയിൽ നിന്നൊരു ടോപ്പിക് എടുത്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഇപ്പോൾ നമുക്കിപ്പോൾ അരേസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് പഠിക്കണം? ആദ്യം ഡാറ്റ ടൈപ്പ് പഠിക്കണം അല്ലേ? അപ്പോൾ ഡാറ്റ ടൈപ്പും അരേയും അതുപോലെ ഡിക്ലറേഷൻ, ഇനീഷ്യലൈസേഷനൊക്കെ ജനറലി എങ്ങനെയാണ്, അതൊക്കെ പഠിച്ചാലേ മാത്രമേ നമുക്ക് അരേസിലേക്ക് എത്താൻ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു എന്താ പറയുക, അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് യൂസ് ഈ മോഡുലാർ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ മൊഡ്യൂൾസ് ആക്കി മാറ്റുന്നതിൻ്റെ ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത് എന്താണ്? അതിനെ കുറച്ചും കൂടിയും അണ്ടർസ്റ്റാൻഡബിൾ ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണ്? അപ്പോൾ മോഡുലറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾക്ക് തന്നിരിക്കുന്ന ടാസ്കിനെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പ്രോഗ്രാമിനെ ഒന്നിച്ച് ഒരൊറ്റ സെക്ഷനാക്കി എഴുതാതെ പല പല ഗ്രൂപ്പാക്കി മാറ്റുക അല്ലെങ്കിൽ പല പല സെക്ഷൻസാക്കി മാറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്? മോഡുലറൈസേഷൻ അല്ലെങ്കിൽ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആദ്യത്തെ അഡ്വാൻറ്റേജ് തന്നെ നമ്മൾ പറഞ്ഞു, എന്താണ്, നമുക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് പ്രോഗ്രാമിങ്ങിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറൊരു അഡ്വാൻറ്റേജ് എന്താ? നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് പറ്റും അല്ലേ? പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറേഴ്സ് അതിൻ്റെ ഒപ്പം ഉള്ളതാണ്. അപ്പോൾ ഈ എറർ സംഭവിക്കുമ്പോൾ ഏത് പാർട്ടിലാണ്, ഇപ്പോൾ നമ്മൾ സപ്പോസ് എല്ലാം കൂടി ഒരൊറ്റ പ്രോഗ്രാമായിട്ടാണ് എഴുതിയത് എന്നുണ്ടെങ്കിൽ, ഒരൊറ്റ ഫംഗ്ഷനായിട്ടാണ് അല്ലെങ്കിൽ ഒറ്റ ബ്ലോക്കായിട്ടാണ് എഴുതിയത് എന്നുണ്ടെങ്കിൽ, അവിടെ നമ്മൾ ഈച്ച് ആൻഡ് എവറി ലൈൻ ചെക്ക് ചെയ്ത് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയതെന്ന് മനസ്സിലാക്കി അത് തിരുത്തണം. അപ്പോൾ മൊത്തം പ്രോഗ്രാം കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ട്രാവേഴ്സ് ചെയ്യേണ്ടി വരും അല്ലേ? ആ ഒരു കേസ് തന്നെ, എറർ വരിക എന്നുള്ളത് തന്നെ നമ്മൾ മൊഡ്യൂളാക്കിയിട്ടാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ, സപ്പോസ് നമ്മൾ അഡീഷന് വേണ്ടിയിട്ട് വേറൊരു മൊഡ്യൂൾ എടുത്തു, സബ്ട്രാക്ഷന് വേണ്ടി വേറൊരു മൊഡ്യൂൾ യൂസ് ചെയ്തു, ഡിവിഷന് വേണ്ടി വേറൊരു മൊഡ്യൂൾ യൂസ് ചെയ്തു. മൊഡ്യൂൾ മീൻസ് ഇവിടെ സീൽ നമ്മൾ ഉപയോഗിക്കുന്നത് ആസ് ഫങ്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാറ്റിനും ഓരോ ഫങ്ഷൻസ് ആയിട്ടാണ് നമ്മൾ പ്രോഗ്രാം എഴുതിയതെന്നുണ്ടെങ്കിൽ, നമുക്ക് ആഡ് ചെയ്തു, റിസൾട്ട് ഔട്ട്പുട്ട് കിട്ടി. സബ്ട്രാക്ട് ചെയ്തപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി. അപ്പോൾ നമ്മൾ എവിടെ മാത്രം നോക്കിയാൽ മതി? ആ സബ്ട്രാക്ഷൻ്റെ ഫങ്ഷനിൽ മാത്രം പോയിട്ട് ചെക്ക് ചെയ്താൽ മതി എന്താണ് മിസ്റ്റേക്ക് പറ്റിയത് എന്നുള്ളത്. ഓക്കെ, അപ്പം അവിടെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താണ്? മെയിൻ്റെനൻസ് വളരെ ഈസി ആക്കും. ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും, മെയിൻ്റെനൻസ് ഭയങ്കര ഈസി ആയിരിക്കും. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ്, നമ്മളിപ്പോൾ ഈ അഡീഷൻ, ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾ ആലോചിക്കുമ്പോൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വേണ്ടി നമ്മളൊരു പ്രോഗ്രാം എഴുതി എന്നുള്ള ആ ഒരു കാൽക്കുലേഷനിൽ ചെയ്യാം. അത് നമ്മൾ ഒന്നിച്ചൊരൊറ്റ പ്രോഗ്രാമിൽ ചെയ്തു, ഫങ്ഷൻസ് ആയിട്ടും ചെയ്തു. അഡീഷൻ ഒരു ഫങ്ഷൻ, സബ്ട്രാക്ഷൻ ഒരു ഫങ്ഷൻ, അങ്ങനെ 2 ടൈപ്പിലും ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ ടൈപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഡുലാർ പ്രോഗ്രാമിംഗ് എന്നുള്ള ആ ഒരു വേർഡ് വെച്ച് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത അഡ്വാൻറ്റേജ് പറയുന്നത്, സപ്പോസ് നമുക്കിപ്പോൾ 2 നമ്പേഴ്സ് അല്ലെങ്കിൽ 2 സെറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ മോഡുലാർ പ്രോഗ്രാമിംഗ് അല്ല, സാധാരണ പ്രോഗ്രാമിംഗ് ആണ് ഉപയോഗിച്ചെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എ ബിയും ഉണ്ട്, സി ഡിയും ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ എയും ബിയും കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. എയും ബിയും റിസീവ് ചെയ്യണം, എയും ബിയും ആഡ് ചെയ്യണം, എയും ബിയും സമ്മ ഔട്ട്പുട്ട് ചെയ്യണം.
അത് കഴിഞ്ഞ് സിയും ഡിയും റിസീവ് ചെയ്യണം, സിയും ഡിയും തമ്മിൽ ആഡ് ചെയ്യണം, അതിൻ്റെ ഔട്ട്പുട്ട് അവിടെ കൊടുക്കണം അല്ലേ. അപ്പോൾ അവിടെ എന്ത് വരണം, ഒരേ സ്റ്റേറ്റ്മെൻറ്റ്സ് വേരിയബിൾസ് മാത്രം മാറ്റി 2 തവണ എന്ത് ചെയ്യേണ്ടി വന്നു, നമുക്കവിടെ ടൈപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്, നമുക്ക് റിപ്പീറ്റേഷൻ ഓഫ് കോഡ് അല്ലെങ്കിൽ റിഡൻഡൻസി എന്നുള്ള വാക്കാണ് അവിടെ പറയുക. ഒരേ സാധനം 2 or 3 ടൈപ്പ് സമയം നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക. ഓക്കെ, അപ്പോൾ അവിടെ ഒരു റിഡൻഡൻസി ഉണ്ട്. സപ്പോസ് ഇതേ സാധനം നമ്മൾ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ ആ ഫംഗ്ഷനിൽ നമ്മൾ 2 നമ്പേഴ്സ് ഏതെങ്കിലും ഒരു 2 നമ്പേഴ്സ് എയും ബിയും ആണ്, എയും ബിയും എടുത്തിട്ട് ആ ഫംഗ്ഷനെ ജസ്റ്റ് കോൾ ചെയ്തിട്ട് എ ബി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എയും ബിയും അഡീഷൻ നടക്കും. ദെൻ അതേ ഫംഗ്ഷൻ തന്നെ സിയും ഡിയും വെച്ചിട്ടാണ് കോൾ ചെയ്യുന്നത് ഉണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കും, സിയും ഡിയും അഡീഷൻ നടക്കും. അപ്പോൾ അവിടെ ഒരൊറ്റ ഫംഗ്ഷൻ കോൾ മാത്രമേ എഴുതേണ്ട, റിപ്പീറ്റേഷനിൽ എഴുതേണ്ട ആവശ്യം വരുന്നുണ്ട്. അഡീഷനോ അല്ലെങ്കിൽ പ്രിൻറ്റിങ്ങോ റിസീവിങ്ങോ ഒന്നും നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഫംഗ്ഷനെ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിച്ച് പ്രോഗ്രാമിലേക്ക് എടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു തവണയല്ല, നമുക്ക് 2 or 3 എത്ര തവണ വേണമെങ്കിലും സെയിം ഫംഗ്ഷനെ റിപ്പീറ്റായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഫങ്ഷൻസ് ആയിട്ട് അല്ലെങ്കിൽ മോഡുലാർ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോഡിനെ റീയൂസ് ചെയ്യാൻ പറ്റും. അഗെയിൻ ആൻഡ് അഗെയിൻ അതിനെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. റീയൂസബിലിറ്റി എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ അഡ്വാൻറ്റേജ്. ഓക്കെ, മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജസ് ആണ് ഈ പറയുന്നത്. ഇനിയും ഒരുപാട് വരുന്നുണ്ട്, ഓരോരോ സിറ്റുവേഷനിലായിട്ട് പറയും. ഓക്കെ, അപ്പോൾ ഹൗ ഡു യു സോൾവ് എ ബിഗ് ഓർ കോംപ്ലക്സ് പ്രോബ്ലം. അപ്പോൾ ഇവിടെ ഈ ഒരു മോഡുലറൈസേഷനൊക്കെ ഇപ്പോൾ സപ്പോസ് നമുക്ക് ജസ്റ്റ് യൂസറിൻ്റെ പേര് റിസീവ് ചെയ്തു, അത് നേരെ ഡിസ്പ്ലേ ചെയ്തു, അങ്ങനെ ഒരു പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മൊഡ്യൂൾസ് ആക്കി തിരിക്കുക അല്ലെങ്കിൽ പല പല സെക്ഷൻ ആക്കുകയൊക്കെ ആവശ്യം വരുമോ? ഇല്ല, അതൊരു ചെറിയൊരു ടാസ്ക്കാണ്. അതിന് കുറേ സെക്ഷൻ്റെയോ അല്ലെങ്കിൽ കുറേ മൊഡ്യൂൾസിൻ്റെ ഒന്നും കുറേ ഫങ്ഷൻസിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇത് എവിടെയാണ് ഏറ്റവും കൂടുതൽ അപ്ലിക്കബിൾ ആകുന്നത്? വലിയ പ്രോബ്ലംസിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കുന്നത്. അതാണ് ഇവിടെ ചോദിക്കുന്നത്, ഹൗ ഡു യു സോൾവ് എ ബിഗ് ഓർ കോംപ്ലക്സ് പ്രോബ്ലം. ഡിവൈഡ് ഇറ്റ് ഇൻ ടു സ്മോൾ ടാസ്ക്സ് ആൻഡ് സോൾവ് ഈച്ച് ടാസ്ക്. ഓക്കെ, ദെൻ കമ്പൈൻ ദീസ് സൊല്യൂഷൻസ്. അത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോഗ്രാമിലും ചെയ്യുന്നത്. അതിനെ ഡിവൈഡ് ചെയ്തു, വേറെ വേറെ സെക്ഷൻസ് ആക്കി, മൾട്ടിപ്പിൾ സെക്ഷൻസ് ആക്കി. ഓരോ സെക്ഷനും എന്ത് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്ത് നോക്കി. എല്ലാ സെക്ഷനും ഈക്വലായിട്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ട് എക്സിക്യൂഷൻ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിനെ കമ്പൈൻ ചെയ്തെടുത്തു. ഓക്കെ, ആ ഔട്ട്പുട്ട് എല്ലാം കൂടി കമ്പൈൻ ചെയ്തു. ഓക്കെ, ആ ഫങ്ഷൻ കോൾ വഴിയോ അല്ലെങ്കിൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് വഴിയോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു ലിങ്ക് നമുക്ക് കിട്ടും. ഓക്കെ, in C we use functions, also referred to as modules, to perform specific tasks that we determined in our solution. എന്താണ്, ഇങ്ങനെയുള്ള ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ സിയിൽ ഉപയോഗിക്കുന്നത് എന്താണ്, ഫങ്ഷൻസ് അല്ലെങ്കിൽ മൊഡ്യൂൾസ് ആണ്. കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു അപ്രോച്ചിനെ നമ്മൾ ഡിവൈഡ് ആൻഡ് കോൺകർ എന്നാണ് വിളിക്കുന്നത്. കുറേ അൽഗോറിതമിക് അപ്രോച്ചൊക്കെ നമുക്കുണ്ട്. അപ്പോൾ അതിൽ ഒരു ടൈപ്പ് ഓഫ് അപ്രോച്ചാണിത്, ഡിവൈഡ് ആൻഡ് കോൺകർ. ഓക്കെ, പിന്നെ ഇവിടെ നോക്കൂ, നമ്മൾ സിയിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന, സിയിൽ ഏതൊരു പ്രോഗ്രാം എഴുതണമെങ്കിലും എന്തിലെഴുതണം എന്നാണ് പറഞ്ഞത്, മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ മെയിൻ മെത്തേഡിൻ്റെ ഉള്ളിലാണ് എഴുതുന്നത്. ഫംഗ്ഷൻ എന്നുള്ളതിന് വേറൊരു വാക്കും കൂടിയാണ് കേട്ടോ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ മെത്തേഡിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് നമ്മൾ എപ്പോഴും എന്താ എഴുതുന്നത്, നമ്മളുടെ കോഡ് എഴുതുന്നത്. അപ്പോൾ മെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ. പിന്നെ ആ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് എന്തിലേക്കൊക്കെ നമുക്ക് പോവാം, ഇതൊക്കെ ഓരോ ഫംഗ്ഷനാണെന്ന് വിചാരിക്കുക. ലോഡ് യൂസേഴ്സ് ഡാറ്റ. ഓക്കെ, അതൊരു ഫംഗ്ഷനാണ്. അപ്പോൾ അതിലേക്ക് കോള് പോവും, തിരിച്ചങ്ങോട്ട് തന്നെ റിട്ടേൺ വരും. ദെൻ പ്രോസസ്സിലേക്ക് പോവും, പ്രോസസ്സിൽ തന്നെ കുറേ ഫങ്ഷൻസ്. കണ്ടോ, എങ്ങനെയാണ് ഒരു ടാസ്കിനെ ഡിവൈഡ് ചെയ്ത് സെക്ഷൻ ആക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാണ് മോഡുലാരിറ്റി അല്ലെങ്കിൽ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മൊഡ്യൂൾസിനെ യൂസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് കുറച്ച് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. മൊഡ്യൂൾസ് ക്യാൻ ബി റിട്ടൺ ആൻഡ് ടെസ്റ്റഡ് സെപ്പറേറ്റ്ലി. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ മൊഡ്യൂൾസ് ക്യാൻ ബി റീയൂസ്ഡ്. നമുക്ക് എഗെയിൻ ആൻഡ് എഗെയിൻ ഉപയോഗിക്കാൻ പറ്റും. ലാർജ് പ്രൊജക്ട്സ് ക്യാൻ ബി ഡെവലപ്ഡ് ഇൻ
പാരലൽ. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പം സപ്പോസ് നമ്മളിത് ഇപ്പം നേരത്തെ പറഞ്ഞ അഡീഷൻ തന്നെയാണെന്ന് വിചാരിക്കുക. ഇവിടെ ലാർജ് പ്രൊജക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അഡീഷൻ്റെ പ്രോഗ്രാമൊന്നുമല്ല, ഒരുപാട് വലിയൊരു കമ്പനിയുടെ സോഫ്റ്റ്വെയർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയൊക്കെയാണ്, പ്രൊജക്റ്റിനൊക്കെയാണ് ഉദ്ദേശിച്ചത്. നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ നമ്മളുടെ അഡീഷൻ്റെ എക്സാമ്പിൾ തന്നെ വെച്ച് പറയാം. സപ്പോസ് ഒരു അഡീഷന് ഒരു ഫംഗ്ഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഡിവിഷൻ ഒരു ഫംഗ്ഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് വിചാരിക്കാം. ദെൻ മെയിൻ പ്രോഗ്രാമുണ്ട്. നേരത്തെ ആദ്യത്തെ അപ്രോച്ചിലാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒരു പ്രോഗ്രാമിൻ്റെ ഉള്ളിലാണ് വരുന്നത്, ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ കോഡ് എഴുതി കമ്പൈൽ ചെയ്താൽ ഒരുപാട് എറർ വരും. അപ്പോൾ 1 by 1 ആയിട്ട് ഓരോ സ്റ്റേറ്റ്മെൻറ്റിലെയും എററുകൾ കളഞ്ഞ് റെഡിയാക്കി എക്സിക്യൂട്ട് ചെയ്ത് റൺ ചെയ്ത് ഔട്ട്പുട്ട് കിട്ടുന്നതിനുള്ള ടൈമും. സപ്പോസ് ഈ 4 ഫങ്ഷൻസും നമ്മൾ 4 ആൾക്കാർക്കായിട്ട് കൊടുത്തു. ഒരാൾക്ക് അഡീഷൻ്റെ ഫംഗ്ഷൻ്റെ കോഡ് ചെക്ക് ചെയ്യാൻ കൊടുത്തു, അടുത്ത ആൾക്ക് സബ്ട്രാക്ഷൻ്റെ ഫംഗ്ഷൻ റെഡിയാക്കാൻ കൊടുത്തു, അടുത്ത ആൾക്ക് ഡിവിഷൻ്റെ കൊടുത്തു, അടുത്ത ആൾക്ക് മൾട്ടിപ്ലിക്കേഷൻ്റെ കൊടുത്തു. അപ്പോൾ 4 പേര് ഈ 4 ഫങ്ഷൻസ് ചെറിയ ഫങ്ഷൻസ് ചെറിയ കോഡുകളെ ഉണ്ടാവുള്ളൂ അല്ലേ. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതായി പോവല്ലേ മൊഡ്യൂൾസ്. അപ്പോൾ 4 പേര് ഒന്നിച്ച് ഒരേ പ്രോഗ്രാമിൽ തന്നെ എന്ത് ചെയ്യാണ്, കമ്പൈലിംഗ് നടക്കുകയാണ് അല്ലേ. അതാണ് റൺ ഇൻ പാരലൽ. നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. ഒരു പ്രോഗ്രാമിലെ 2 or 3 പോർഷൻസ് നമുക്ക് ഒന്നിച്ച് തന്നെ എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ കമ്പൈൽ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ ലാർജ് പ്രൊജക്ട്സ് നമുക്ക് ഒരാളെ മാത്രം അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ പല സിസ്റ്റത്തിൽ നമുക്ക് ഉപയോഗിച്ച് ഒന്നിച്ച് പാരലലായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റെഡ്യൂസസ് ദ ലെങ്ത് ഓഫ് പ്രോഗ്രാം, മേക്കിംഗ് ഇറ്റ് മോർ റീഡബിൾ. ലെങ്ത്ത് കുറയുന്നു. നേരത്തെ പറഞ്ഞില്ലേ 2 പ്രാവശ്യം അഡീഷൻ എഴുതുന്നതിന് പകരം ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി, അതിനെ കോൾ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ അവിടെ പ്രോഗ്രാമിൻ്റെ ലെങ്ത്ത് കുറയാണ്. എത്രത്തോളം പ്രോഗ്രാമിൻ്റെ ലെങ്ത്ത് കുറയുന്നോ അത്രയും എഫിഷ്യൻ്റായിട്ട് നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല, വേറൊരാൾക്ക് അതിനെ മനസ്സിലാക്കിയെടുക്കാനും, റീഡബിലിറ്റി എന്നുള്ള വാക്ക് അതാണ് ഉദ്ദേശിക്കുന്നത്. റീഡബിൾ ആണ്, ഇറ്റ് ഈസ് മോർ റീഡബിൾ. ഓക്കെ. ദെൻ പ്രൊമോട്ട്സ് ദ കോൺസെപ്റ്റ് ഓഫ് അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റും കൂടിയും നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. എന്താണ് അബ്സ്ട്രാക്ഷൻ? സപ്പോസ് ഒരാൾക്ക് മെയിൻ ഫംഗ്ഷൻ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ നമ്മൾ ഫങ്ഷൻസ് ആയിട്ട് ഉണ്ടാക്കുക. അപ്പോൾ മെയിൻ പ്രോഗ്രാമിൽ ആഡ്, ഇപ്പോൾ ഫംഗ്ഷൻ്റെ പേര് ആഡ് എന്നാണെങ്കിൽ ആഡ് എന്നുള്ള ഒരു പേര് മാത്രമേ എവിടെ കാണുള്ളൂ, മെയിൻ പ്രോഗ്രാമിൽ കാണുള്ളൂ. ഈ ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡിൻ്റെ ഉള്ളിൽ ആ ഒരു മൊഡ്യൂളിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് മെയിൻ ഫംഗ്ഷനിലുള്ള ആർക്കും, മെയിൻ ഫംഗ്ഷൻ കാണുന്ന ആർക്കും മനസ്സിലാവില്ല. ഓക്കെ. അതറിയണമെന്നുണ്ടെങ്കിൽ എവിടെ പോയി നോക്കണം? മെയിൻ ഫംഗ്ഷൻ എവിടെയാണോ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, അത് എവിടെയാണോ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അവിടെ പോയി നോക്കിയാലേ കാണാൻ പറ്റും. ഏറ്റവും വലിയ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. SQRT ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാരാമീറ്റർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ റൂട്ട് കിട്ടും. അതെങ്ങനെയാണ് സിസ്റ്റം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ആർക്കെങ്കിലും അറിയോ? നമ്മൾ ജസ്റ്റ് SQRT എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ, അപ്പോൾ തന്നെ എന്ത് റിട്ടേൺ ചെയ്യും? സ്ക്വയർ റൂട്ട് റിട്ടേൺ ചെയ്യുന്നുണ്ട് അല്ലേ. അതെങ്ങനെയാണ് ആ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചത് എന്നുള്ള മെത്തേഡ് കൊടുത്തിട്ടുള്ളത് എവിടെയാണ്? നമ്മളുടെ C ലൈബ്രറിയുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ഫയലിൻ്റെ ഉള്ളിൽ, ഏതെങ്കിലും ഒരു ഫോൾഡറിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ഫയലിലായിരിക്കും എന്തുണ്ടാവുക, നമ്മളുടെ മാത്ത് ഫങ്ഷൻസിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ അവിടെ പോയി നോക്കിയാൽ മാത്രമേ ഈ SQRT എന്ന് പറഞ്ഞിട്ടുള്ള സ്ക്വയർ റൂട്ട് ഫംഗ്ഷനിൽ എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്, എങ്ങനെയാണ് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹൈഡ്സ് ദ ഡീറ്റെയിൽസ്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഡീറ്റെയിൽസിനെ ഹൈഡ് ചെയ്ത് വെക്കുന്നതിനെയാണ്, അതായത് അത്യാവശ്യമുള്ള ഡീറ്റെയിൽസ് മാത്രം പബ്ലിക്കിനെ കാണിച്ചു കൊടുത്ത് ബാക്കിയുള്ള ഡീറ്റെയിൽസിനെ ഹൈഡ് ചെയ്ത് വെക്കുന്ന ടെക്നിക്കിനെയാണ് അബ്സ്ട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ. പ്രൊമോട്ട്സ് ദ കോൺസെപ്റ്റ് ഓഫ് അബ്സ്ട്രാക്ഷൻ. എ മൊഡ്യൂൾ ഹൈഡ്സ് ദ ഡീറ്റെയിൽസ് ഓഫ് എ ടാസ്ക്. ഒരു ടാസ്ക് എങ്ങനെ പെർഫോം ചെയ്തു, അതിൽ എന്തൊക്കെ വേരിയബിൾ ഉപയോഗിച്ചു, എന്തൊക്കെ ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ചത്, അതെങ്ങനെയാണ് എന്നിട്ട് കാൽക്കുലേഷൻ നടത്തിയത്, എങ്ങനെയാണ് പ്രിൻ്റ് ചെയ്തത്, ഔട്ട്പുട്ട് കിട്ടിയത്, റിസൾട്ട് കിട്ടിയത് എന്നുള്ളതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മൊഡ്യൂളിൻ്റെ ഉള്ളിലാക്കി കഴിഞ്ഞാൽ അത് ഹൈഡ് ചെയ്തു എന്നാണ് അർത്ഥം. വി ജസ്റ്റ് നീഡ് ടു നോ വാട്ട് ദിസ് മൊഡ്യൂൾ ഡസ്. എന്താണ് ഈ മൊഡ്യൂളിലുള്ളത് എന്ന് മാത്രം നമുക്ക് അറിയണ്ടു. ഇപ്പോൾ ഒരു മൊഡ്യൂൾ കണ്ടാൽ ആ മൊഡ്യൂളിൽ ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഡിഷന് വേണ്ടിയിട്ടുള്ള മൊഡ്യൂളാണ് എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. അതെങ്ങനെ ചെയ്തു എന്നുള്ളതൊന്നും അറിയേണ്ട ആവശ്യമില്ല. വി ഡോണ്ട് നീഡ് ടു നോ ഹൗ ഇറ്റ് ഡസ്. എങ്ങനെയാണ് ചെയ്തതെന്ന് അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ.
ഇനി പ്രോഗ്രാമർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. അപ്പോൾ ഈ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പാണുള്ളത്. നേരത്തെ നമ്മൾ അബ്സ്ട്രാക്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഈ ആഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫങ്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ മെയിൻ പ്രോഗ്രാം കാണുന്ന ആൾക്ക് എന്താണ് ആഡ് ഫങ്ഷൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അറിയണമെങ്കിൽ എവിടെ പോകണം? ഈ ആഡ് ഫങ്ഷൻ എവിടെയാണോ എഴുതി വെച്ചിട്ടുള്ളത് അവിടേക്ക് പോകണം. ഓക്കെ, അതേപോലെ തന്നെയാണ് എന്തെന്നും പറഞ്ഞു, SQRT എന്നും പറഞ്ഞു അല്ലേ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മളിപ്പം ആഡ് എന്നുള്ള ഫങ്ഷൻ എഴുതിയത് നമ്മളുടെ പ്രോഗ്രാമിലാണ് അല്ലേ. SQRT എഴുതിയത് ആരാണ്? C കമ്പൈലറിൻ്റെ ഉള്ളിലുള്ളതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ 2 ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ആണ് സിയിലുള്ളത്. 2 ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ആണുള്ളത്. ഒന്ന് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രോഗ്രാമർ ഡിഫൈൻഡ് ഫങ്ഷൻസും ദെൻ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫങ്ഷൻസും. ഓക്കെ, 2 ടൈപ്പ് ഫങ്ഷൻസ് ആണുള്ളത്. ഒന്നുകിൽ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രോഗ്രാമർ ഡിഫൈൻഡ് ഫങ്ഷൻസും ദെൻ പ്രീ ഡിഫൈൻഡ് അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. 2 ടൈപ്പ് ഫങ്ഷൻസ് ആണുള്ളത്. അതിൽ ബിൽറ്റ് ഇൻ ഫങ്ഷൻ്റെ ഒരു മെയിൻ എക്സാമ്പിളാണ് എന്താണ്? SQRT. ദെൻ അനദർ എക്സാമ്പിൾ കണ്ടോ, സൈൻ ഓഫ് 30 എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുക. പക്ഷേ ഈ സൈൻ 30 ഇതിലെങ്ങനെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് നമുക്ക് ആർക്കെങ്കിലും അറിയോ? ഇല്ല, അത് C ലൈബ്രറിയിൽ പോയി നോക്കണം, math.h പോയിട്ട് നോക്കണം. അതുപോലെ പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞ് നമ്മളൊരു സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രിൻ്റ് ചെയ്ത് വരും. അതെങ്ങനെയായിരിക്കും ആ പ്രിൻ്റ് ചെയ്ത് വരാനുള്ള ഒരു കോഡ് അവർ കൊടുത്തിട്ടുണ്ടാവുക? ആർക്കെങ്കിലും അറിയോ? ആരെങ്കിലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? സ്കാനഫ് ഉപയോഗിച്ചു. സ്കാനഫിൻ്റെ ഉള്ളിൽ ഒരു ഫോർമാറ്റ് സ്പെസിഫയറും പിന്നെ ഒരു വേരിയബിളും ആ വേരിയബിളിൻ്റെ അഡ്രസ്സ്, അതായത് ഒരു മെമ്മറി ലൊക്കേഷനും കൊടുത്തു കഴിഞ്ഞാൽ യൂസർ ഒരു ഡാറ്റ എൻ്റർ ചെയ്യുമ്പം അതിനെ എടുത്ത് കൊണ്ടുവന്ന് ഈ വേരിയബിളിൻ്റെ ലൊക്കേഷനിൽ എന്താണോ അതിലേക്ക് പോയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾക്കുള്ള കോഡ് എഴുതി വെച്ചത്? എന്ത് കോഡാണ് എഴുതിയിട്ടുണ്ടാവുക? അതൊക്കെ എന്തിലാണ് ഉണ്ടാവുക? stdio.h എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈബ്രറിയിലാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരുപാട് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് നമ്മൾ സ്ട്രിങ്ങിൻ്റെ കുറേ പഠിച്ചില്ലേ? സ്ട്രിങ് കോൺകാറ്റിനേഷൻ, സ്ട്രിങ് കോപ്പി, അങ്ങനെ ഒരുപാട് പഠിച്ചില്ലേ? സ്ട്രിങ് റിവേഴ്സ്, അതൊക്കെ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസിൽ പെടുന്നതാണ്. പിന്നെ ഇതുപോലെ സൈൻ, കോസ്, അങ്ങനെയുള്ള ടാൻ, അതുപോലെയുള്ള എല്ലാ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസും പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആണ്. പ്രിൻ്റ്-എഫ്, സ്കാൻ-എഫ്, ഗെറ്റ്-എസ്, പുട്ട്-എസ് അങ്ങനെ വരുന്ന എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസും പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്. ഇനി നിങ്ങൾ ഒരുപാട് പഠിക്കാനും കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസിനെ കുറിച്ചിട്ട് അത്രയാണ് പറയാനുള്ളത്. ഇനി പ്രോഗ്രാമർ ഡിഫൈൻഡ് ഫങ്ഷൻ